പേരാവൂർ നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി KK ശൈലജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി. ഇരിട്ടി ചാവശ്ശേരിയിൽ നടന്ന പൊതുയോഗം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അജയൻ പായം പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. KK ശൈലജയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ചലച്ചിത്ര നടി കുക്കു പരമേശ്വരൻ യോഗത്തിൽ പ്രസംഗിച്ചു. ഞാൻ ഇന്നിവിടെ വരുന്നത് എനിക്ക് മാത്രം അറിയാവുന്ന ഒരു സത്യമാണ്. ഞാൻ വന്നത് വരാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ഈ 10 വർഷത്തെ കേരളം നിങ്ങളെപ്പോലെ തന്നെ കണ്ട ഒരാളാണ് ഞാൻ. അതിനെ നിഷേധിക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ടും ഈ കേരളം, ഈ മുന്നേറ്റവും കണ്ണൂരിന് ഒരുപാട് കടപ്പാട് ഞങ്ങൾക്കുണ്ട്, കേരളത്തിന് തന്നെ. അതും കൂടി ഉള്ളത് കൊണ്ടാണ് ആ സത്യം കേരളത്തിലേക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്യുന്ന, എൻ്റെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക്, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ കണ്ട കേരളം, ഈ 10 വർഷത്തെ കേരളം, അത് നിങ്ങളോട് പറയാൻ, നിങ്ങളോട് നന്ദി പറയാനും കൂടിയാണ് ഇങ്ങനെയുള്ള LDFലെ ഭരണാധികാരികൾ ഞങ്ങൾക്ക് തന്നത്. അതാണ്, അങ്ങനെ ഒരു കേരളമാണ്. കേരളത്തിന്റെ മുന്നേറ്റത്തിന്, അതിന് വികസനം, നമ്മൾ വികസനം എന്ന് പറയുമ്പം അത് റോഡും പാലങ്ങളും ഹോസ്പിറ്റലും മാത്രമല്ല. ഇത്തവണ നമുക്ക് കിട്ടിയത് ശുദ്ധവായു, വെള്ളം, ചിരിക്കുന്ന കുട്ടികൾ, സ്ത്രീകൾ, എല്ലായിടത്തും അതൊക്കെ വികസനമാണ്. അതൊക്കെ തൊട്ടറിഞ്ഞ വികസനമാണ്. അത് തിരിച്ചറിഞ്ഞാണ് ഈ 10 വർഷം നമ്മൾ മുന്നോട്ട് പോയത്. അത് കണ്ടില്ല എന്ന് നടിക്കാതിരിക്കാൻ എനിക്ക് കഴിയാത്തതും കൂടി കൊണ്ടുവേണം ഞാൻ ഇങ്ങോട്ട് വന്ന് ഇതിന്റെ ഒരു ഭാഗമായി ഈ നിർണായകമായ, പിണറായി സഖാവ് പറഞ്ഞ പോലെ കേരളം ഇപ്പോൾ നിൽക്കുന്നത് വളരെ 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 നിർണായകമായ ഒരു ഘട്ടത്തിലാണ്. അതും തിരിച്ചറിഞ്ഞാണ് ഇപ്പോ ആദ്യ വോട്ട്, കന്നി വോട്ട് ചെയ്യുന്ന 18 വയസ്സ് കഴിഞ്ഞവർ എത്രത്തോളം മനസ്സിലാക്കുന്നു നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഇലക്ഷന് അവർ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി വോട്ട് ചെയ്യേണ്ടത്, ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ചിന്തിക്കേണ്ടത്, അതിന്റെ ആവശ്യവും തിരിച്ചറിയണം. ഇവിടെ ഇരിക്കുന്ന, ഇന്നിവിടെ വന്നു ചേർന്നിട്ടുള്ളവരോട് എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന്. എനിക്കറിയാം, നിങ്ങള് നമ്മുടെ കൂടെയാണ്, LDFന്റെ കൂടെയാണെന്നുള്ളത്. 10 വർഷത്തെ LDF സർക്കാർ നടപ്പാക്കിയ വികസന ക്ഷേമ പദ്ധതികളെ സംബന്ധിച്ച് KK ശൈലജ തയ്യാറാക്കിയ പുസ്തകം കുക്കു പരമേശ്വരൻ പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പുസ്തകം ഏറ്റുവാങ്ങി. LDF നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. കേരളം എന്ന് തുടങ്ങി വെച്ച വികസനങ്ങൾ പൂർത്തിയാക്കുന്നതിന് 10, 30, 40 വർഷം അപ്പുറത്തേക്ക് കണ്ടുകൊണ്ട് പുതിയ തലമുറയ്ക്ക് വേണ്ടി കേരളത്തെ മാറ്റിയെടുക്കുന്നതിന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഭരണം ഉണ്ടാകണം എന്നാണ്. 10 വർഷക്കാലത്തെ LDFന്റെ വികസന ക്ഷേമ രംഗത്തുള്ള മുന്നേറ്റം എല്ലാവരുടെ മുന്നിലും ഒരു തുറന്ന പുസ്തകമാണ്. അത് വളരെ വ്യക്തമായി സഖാവ് CM സൂചിപ്പിക്കുകയുണ്ടായി. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ 3ാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറ്റുന്ന തീരുമാനവുമായിട്ടായിരിക്കും ഏപ്രിൽ 9-ാം തീയതി കേരളത്തിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്നത്. കേരളത്തിൽ 3ാമതും LDFന്റെ ഭരണം ഉണ്ടാകുമ്പോൾ പേരാവൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ പ്രതിനിധിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി ഉണ്ടായിരിക്കണം എന്ന കാര്യത്തിൽ നമ്മളെല്ലാം ഒരുപോലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു സംശയവുമില്ല, ഇക്കുറി നമ്മൾ പേരാവൂരിൽ മത്സരിക്കുന്നത് വിജയത്തിന് വേണ്ടി തന്നെയാണ് എന്ന കാര്യം ഉറപ്പാണ്. ജനങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാകും.